ചില ചെറിയ കുട്ടികളെ പാലൊക്കെ വലിച്ചു കുടിക്കുമ്പോൾ മൂക്കിക്കൂടെ വരുന്നതായിട്ടോ അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉടനെ അത് അമ്മയുടെ തെറ്റാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് പാല് കൊടുക്കാൻ അറിയില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അതിന് പല കാരണങ്ങൾ കാണും. അതിലൊന്ന് മുച്ചുണ്ടും മുറിയെണ്ണാക്കുമാണ്. മുച്ചുണ്ടും മുറിയെണ്ണാക്കും ഒരുമിച്ച് കാണപ്പെടും. ഇല്ലെങ്കിൽ മുച്ചുണ്ട് മാത്രമായോ ഇല്ലെങ്കിൽ മുറിയെണ്ണാക്ക് മാത്രമായോ കാണപ്പെടാം. ഇത് ജനനം മുതൽ കാണപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്നാൽ എന്തുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടാകുന്നു? ഇങ്ങനെ ഒരു അവസ്ഥയുള്ളവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചുണ്ടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആകൃതിയിൽ വ്യത്യാസം വരുന്ന ഒരവസ്ഥയാണിത്. ചിലർക്കത് ചുണ്ടിൻ്റെ ഒരു വശത്തായിരിക്കും, ചിലർക്ക് അത് രണ്ട് വശത്തായിരിക്കും, ചിലരിൽ ഇത് അണ്ണാക്കിലേക്കും നീളും. ഈ അവസ്ഥയിലുള്ളവർക്ക് ശ്വാസം എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പല്ലിൻ്റെ വളർച്ചയിലും കേൾവിയിലും മുഖത്തിൻ്റെ ആകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം ഇവർക്ക് സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാൻ ചലഞ്ചസ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ അവസ്ഥയ്ക്ക് സർജറികളും തെറപ്പികളും ലഭ്യമാണ്. എത്രയും വേഗം വേണ്ട നടപടികൾ സ്വീകരിക്കൂ. ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകൂ.